ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലച്ചൂസ് മലയാളം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു നല്ല ഷാമ്പൂ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്ന് പരിചയപ്പെടാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുടിയിലുണ്ടാകുന്ന താരൻ, അകാലനര, മുടി വളരാൻ, അങ്ങനെ നല്ല നല്ല ഗുണങ്ങളാണുള്ളത്. അത്രയും നല്ല സാധനങ്ങളാണ് നമ്മൾ വീട്ടിലുള്ളതും പുറത്തുനിന്ന് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ഔഷധം ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഷാമ്പൂ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അത്രയും അടിപൊളി ഷാമ്പൂ ആണ് കണ്ടോ. ഇത് ഓർഗാനിക് ഷാമ്പൂ ഒഴിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ പത പൊങ്ങി വരുന്നത്. അത്രയും അടിപൊളി സാധനമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതിൽ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വിളിച്ചാൽ നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ഇനി അധികം വടവട അടിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ് വേണ്ടത്. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും നമ്മളെ മുടി സിൽക്കാവാനും നല്ല മുടി ഗ്രോത്തിങ്ങിനും ഒക്കെ നല്ലൊരു സാധനമാണ്. ഇതാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണ് എടുക്കുക കേട്ടോ. പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വേണ്ടത്. അപ്പോൾ 2 ടീസ്പൂൺ, അത് വലിയ ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും മുടിക്കനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ളതാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ എന്ന് പറയണമെങ്കിൽ എൻ്റെ മുടിക്ക് ഷാമ്പൂ ഉപയോഗിക്കാതെ ഇത് മാത്രം, ഈ ചണവിത്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ജെല്ല് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ കുറച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. എല്ലതും ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പ്രത്യേകം എടുത്ത് വെച്ചിട്ട് ആ ഒരു കണക്കിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അടുപ്പിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അടിഭാഗത്ത് ഇങ്ങനെ വേറൊരു ഇതുപോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു ജെല്ലി രൂപത്തിലേക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലാക്സീഡ്. ഇനി ഇത് കുറച്ച് നേരം കൂടി നിന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കൊഴുത്ത് വന്ന് ആ സമയമാകുമ്പോൾ നമ്മളിത് നല്ലൊരു അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം. അതാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് ജെല്ലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല ഭംഗി, നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിന് മേലെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് ഞാൻ. ആ അരിപ്പയിലൂടെ ഞാൻ അരിച്ചൊഴിക്കുകയാണ് കേട്ടോ. അരിച്ചൊഴിക്കുന്ന സമയത്ത് മേലെ നാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുക. കാരണം ഞാനത് രാത്രിയാണ് ചെയ്യുന്നത്. മോനൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, ആ സമയത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, ചൂടുള്ള സംഭവങ്ങളും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം അതിലുള്ള ജെല്ലൊക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നോളൂ. കണ്ടോ, ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ കൊണ്ട് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ നന്നായിട്ട് ജെല്ല് രൂപത്തിലായി മാറും. ഇതിപ്പോൾ ഒരു കൊഴുത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊഴുത്ത് മേലോട്ട് ഇങ്ങനെ നമ്മൾക്കിങ്ങനെ ആറ്റിയെടുക്കാൻ പറ്റിയ രീതിയിലായിട്ടുള്ളത്.
കേട്ടോ. പിന്നെ ഈ ഒരു ജെല്ലെടുത്തതിന് ശേഷം നമുക്കുള്ള ആ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, അതരച്ച് നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ അതേ ഗുണം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലർക്കുണ്ടാവും മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്ന മുടി. ആ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന മുടിക്കൊക്കെ ഈ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പല ഗുണങ്ങളും ഉണ്ട്. ഇത് നമുക്ക് ഉള്ളിലേക്ക്, അതായത് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും കഴിക്കുന്നത് നല്ലതാണ്. തടി ഇല്ലാത്ത ആൾക്കാർക്ക് തടി കൂടുതലുള്ള ആൾക്കാർക്ക് തടി കൂടാനും തടി കുറവുള്ള ആൾക്കാർക്ക് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അതിന് കഴിക്കുന്ന രീതി മാറ്റം കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ടത് ചീവക്കാപ്പൊടി എന്നതിൻ്റെ പേര്, പക്ഷേ ഷിക്കാക്കായി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് കേട്ടോ. ഈ ഷിക്കാക്കായിയാണ് എടുക്കേണ്ടത്. ഷിക്കാക്കായി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഷിക്കാക്കായിന് കായ തന്നെ കിട്ടും വാങ്ങാൻ. അതെടുത്ത് കഴിഞ്ഞാൽ, അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ. പക്ഷേ ഞാനിത് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ പൊടി നമ്മൾ പൊട്ടിച്ചത് ഞങ്ങളിവിടെയൊക്കെ നോക്കിയ സമയത്ത് കായായിട്ട് വാങ്ങാൻ കിട്ടുന്നില്ല. കുറേ സ്ഥലത്ത് ഞാൻ ചോദിച്ചു നോക്കി. പിന്നെ ഓൺലൈനിലൊക്കെ ഉണ്ട്. ഓൺലൈനിൽ വേണ്ടതൊക്കെ ഓൺലൈനിൽ വാങ്ങാം. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു ഇത് വന്നപ്പോൾ ഞാനത് പൊടിയായിട്ട് കിട്ടിയപ്പോൾ പൊടിയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു 2 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് അടുത്ത് നമുക്ക് നെല്ലിക്കപ്പൊടി ആയിട്ട് വേണ്ടത്. നെല്ലിക്ക നമുക്ക് എന്താ പറയുക, അരയ്ക്കാതെ പൊടിക്കാതെ ഉള്ള ആ ഒരു രീതിക്ക് മുഴുവനേ ഉള്ളതും കിട്ടും. അത് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് നല്ലത് പൊടിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതും ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ 2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. 2 ടീസ്പൂൺ. ഇതെന്ന് പറയണമെങ്കിൽ നമ്മൾ മുടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, നല്ല കുളിർമയും നൽകുന്ന സാധനമാണ്. മുടി വളരാനും പിന്നെ ചിലർക്കുണ്ടാവും ഈ മുടിക്കൊക്കെ ചുട്ട് കാച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതിനൊക്കെ നല്ല സംഭവമാണ് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശിക്കാക്കായി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുടിയിലുണ്ടാകുന്ന ചളി പോക്കാനും ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ മുടി നല്ല വളരാനും മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും ഒക്കെ നല്ലതാണ് ശിക്കാക്കായി. ഇനി അടുത്ത് നമ്മൾ സോപ്പ് കായയാണ് യൂസ് ചെയ്യുന്നത്. സോപ്പ് കായൻ്റെ പൊടി, അതായത് ഓർഗാനിക് ഷാമ്പു എന്ന് തന്നെ ഇതിന് പറയാം കേട്ടോ. നല്ല പതയും ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഗാനിക് ഷാമ്പുവിന് വേണ്ടിയിട്ട് പതയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും നമുക്ക് കായായിട്ട് വാങ്ങാൻ കിട്ടും. എനിക്ക് കായായിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പൊടിയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് ഒരു എന്താ പറയുക, പൊടി ആയാൽ പോലും ഒരു കട്ടായിട്ട് പിടിച്ച് നിൽക്കും. അത് ശ്രദ്ധിക്കണം. ഒരു കട്ട പോലത്തെ നിൽക്കുക, കാരണം അതൊരു അതിനുള്ളിലത്തെ ഒരു ഇതെന്ന് കണ്ടില്ല, അങ്ങനത്തെയാണ്. അപ്പം പൊടിയിൽ തന്നെ ആ പൊടി കുറച്ചും കൂടി ഒന്ന് കട്ടയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കട്ട പൊടിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതും 2 ടീസ്പൂണാണ് ഇടാൻ പോകുന്നത്. സോപ്പ് കായ എന്ന് പറയണമെങ്കിൽ ഓർഗാനിക് ഷാമ്പു ആണ്. ഓർഗാനിക് ഷാമ്പു പത വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലയിലുള്ള ചളി പോവാനും മുടി സിൽക്കി ആവാനും ഒക്കെ നല്ലതാണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ കട്ടകളുണ്ട്, അതൊക്കെ പൊടിച്ച് വേണം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നമ്മളത് ആ ഒരു പാക്കറ്റിൽ നിന്ന് തന്നെ ഇതിലേക്ക് ഇട്ടതാണ്. അതല്ലാതെ പാക്കറ്റ് വേറൊരു പാത്രത്തിലേക്കോ ഡബ്ബയിലേക്കോ ആക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു കറക്കം കറക്കിയാണ്ട് അതിലിട്ട് വയ്ക്കുമ്പോൾ ആ പൊടിയൊക്കെ ആ ഒരു കട്ടകളൊക്കെ പോയി നല്ലൊരു ഇതിൽ നിൽക്കും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാനുള്ള ആ ഒരു ശുഷ്കാന്തി കൊണ്ട് ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് വേണ്ടത് വെള്ളമാണ് കേട്ടോ. നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുന്ന ആ ഒരു അതേ അളവിൽ ആ ഗ്ലാസ്സിൽ തന്നെ എടുക്കുമ്പോൾ എല്ലാത്തിനും ഒരേ അളവായിരിക്കും കേട്ടോ. നേരത്തെ നമ്മൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച സമയത്തും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതും എത്രയാണ് വെള്ളം എടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഞാനിത് മുടി തേക്കാനുള്ളതും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇനി നിങ്ങൾ ഷാമ്പു മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1 ഗ്ലാസ് ഫ്ലാക്സ് സീഡിൽ 1 ഗ്ലാസ് വെള്ളം, ഇതിലും 1 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്താൽ മതി. നമ്മൾ എടുക്കുന്ന ഫ്ലാക്സ് സീഡും അത്ര തന്നെ, ഞാൻ ഇപ്പോൾ എടുത്ത അളവിൽ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്ലാക്സ് സീഡും ഈ എടുത്ത
പൊടികളൊക്കെ. ഇനി പൊടി വാങ്ങാൻ കിട്ടാത്ത ആൾക്കാർക്ക് പൊടി തന്നെ വേണമെന്നൊന്നുമില്ല. കായ കിട്ടുകയാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടാണ്ട് കായയും ശിക്കാക്കായും ഇതൊക്കെ എല്ലാം കൂടെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാവും ഒന്നുകൂടെ നന്നാവുക. പക്ഷേ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളച്ചൊരു 10-15 മിനിറ്റ് എന്തായാലും നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. കണ്ടോ പത പൊന്നുന്നത് കണ്ടോ? ആ ഒരു നമ്മൾ സോപ്പ് കായ സാബൂൻ കായ അങ്ങനെ പലതും പറയുന്നതിൻ്റെ പേര്. ആ സോപ്പ് കായൻ്റെ ആ ഒരു പതയാണ് നമ്മൾ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇത് സിമ്മിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കൂട്ടി വെക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് പൊങ്ങി തിളച്ച് ചിന്തിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ വെച്ചിട്ടുള്ളത്. പത പിന്നെയും കൂടി വരികയാണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഞാൻ അതുകൊണ്ടാണ് ആ പത നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പതയിൽ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. 15 മിനിറ്റോളം നമ്മളത് വേവിക്കണം. കാരണം പൊടിയാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കണ്ടോ, അപ്പോൾ കൂട്ടി വെച്ചപ്പോൾ നല്ലോണം മേലോട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച് ചിന്തരുത്. ഒരു ഭാഗം ഇതിൽ ചിന്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ തിളച്ചു. ഇനി നമുക്കത് ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയതിൻ്റെ ശേഷം ഓഫാക്കിയാലും ചെറുതായിട്ടൊരു കുമ്പളയും ഇതൊക്കെ ഒന്ന് വരും. ഓക്കെ, ഇനി നമ്മളിത് അടുത്തത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഫ്ലാക്സ് സീഡ് അരിച്ചതുപോലെ തന്നെ ഒരു പാത്രത്തിൽ അരിപ്പയോ അല്ലെങ്കിൽ ഇനി ഒരു തുണിക്കഷ്ണമോ വെച്ചതിന് ശേഷം അത് അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് കണ്ടോ, നേരത്തെ നമ്മൾ ആ സോപ്പ് കായൽ ഉപയോഗിച്ച് ഇതാക്കുന്ന ആ കട്ടകളുണ്ടല്ലോ, ആ കട്ടകൾ ശരിക്ക് പൊടിയാത്ത കട്ടകൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാമ്പൂവിൻ്റെ ഒരു എന്താ പറയുക, അതിലേക്ക് ചേർത്തേണ്ട സംഭവങ്ങൾ. ഇനി അടുത്തത് വേറൊരു സംഭവം കൂടെ ചേർത്താനുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം തോന്നുന്നത് അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ചേർക്കാൻ പോണത് എന്താണ്, ഈ ഒരു ഫ്ലാക്സ് സീഡ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, ഫ്ലാക്സ് സീഡ് ജെല്ലി, അത് നേരത്തെ നമ്മൾ എടുത്ത സമയത്ത് ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു കയ്യിൽ കൊണ്ട് എടുത്ത് ഇങ്ങനെ പൊന്തിച്ച് ഒഴിച്ചാൽ ഇങ്ങനെ ഒരു വെള്ളം പോലെയല്ലേ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് ചൂടാറിയപ്പോൾ നന്നായിട്ട് ജെല്ലായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഔഷധക്കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരട്ടി ഗുണമാണ് കിട്ടാൻ പോകുന്നത് മുടിക്ക്. ഏറ്റവും നല്ല സാധനമാണ് ഈ 2-3 കൂട്ടങ്ങൾ എടുത്തിട്ടുള്ളത്. മുടിക്ക് എന്ന് പറയണമെങ്കിൽ സിൽക്കി സ്മൂത്തി ഹെയർ ആയിട്ട് മാറും, മുടി വളരും. പിന്നെ നെല്ലിക്കേൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നെല്ലിക്ക എന്നൊക്കെ പറയണമെങ്കിൽ എല്ലാ നമ്മളിപ്പം മുടി വളരുന്ന ഏത് എണ്ണ എടുത്ത് നോക്കിയാലും അതിലുണ്ടാവും നമ്മുടെ നെല്ലിക്ക. അപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും നെല്ലിക്ക സ്കിപ്പ് ചെയ്യാതെ, ഇനിയിപ്പോൾ ഇതിൽ നെല്ലിക്ക ഇല്ല എന്ന് വെച്ച് വേറെ ഏതെങ്കിലും ഒരു സാധനം, ഇനിയിപ്പോൾ ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 3 സാധനം വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അളവ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം എത്ര അളവാണ് ഉള്ളതെന്ന് നോക്കിയാൽ നമുക്കിത് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ, ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ എത്ര ചേർക്കണം എന്നുള്ള അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതിലേക്ക് ചേർത്തി നോക്കണം. അപ്പോൾ അളന്നു. അപ്പോൾ 2 ഗ്ലാസ് നമ്മൾ നേരത്തെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് 2 ഗ്ലാസ് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ഇതാക്കിയ സമയത്ത് എന്താ പറയുക, കുറച്ച് വറ്റി പോയിട്ടുണ്ടല്ലോ, നീരാവി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറവുണ്ടാകും. അപ്പോൾ പിന്നെന്ന് പറയണമെങ്കിൽ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തലയിൽ ഈ ഷാമ്പു അല്ലാതെ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട്, കുളിക്കുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷാമ്പുവും ഇതും എടുത്ത് വെക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് അതുപോലെ തന്നെ 1 ഗ്ലാസ് കറക്റ്റ് അത് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് യോജിക്കണം. നന്നായിട്ട് യോജിച്ചാൽ മാത്രമേ ഒരുപോലെ ആയി കിട്ടുള്ളൂ.
പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മൂന്ന് രീതിയിൽ നിൽക്കുക. നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം ഇത് തലയിൽ തേക്കാൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നന്നായിട്ട് ഇളക്കി നല്ലോണം ഉഷാറാക്കിയെടുക്കുക. മിക്സിങ് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സാധനം അതിൽ ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ ആ കൊഴുപ്പ് വന്നത് കണ്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഒഴിച്ചു. ഇനി കുറച്ചും കൂടെ ഉണ്ടോ, ഫ്ലാക്സ് സീഡൊന്നും വേറെ ഇത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എനിക്ക് തല കഴുകാനുള്ളത്. ഇത് ഷാമ്പു ഉണ്ടാക്കാനുള്ള സാധനമാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് രണ്ടും ഒരുപോലെ യോജിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് ഷാമ്പു ബേസാണ് ഒഴിക്കാൻ പോണത് കേട്ടോ. ഷാമ്പൂവിൻ്റെ ബേസ്. അപ്പോൾ ആ ഷാമ്പൂവിൻ്റെ ബേസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഓർഗാനിക് ഷാമ്പു റെഡിയാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി ഇത് വേണോ, കുറച്ചും കൂടെ ഒഴിക്കേണ്ടി വരുമോ, ഇത് മതിയോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കയ്യിലുകൊണ്ടൊന്നും ഇളക്കി കഴിഞ്ഞാൽ മിക്സ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞാനൊരു വിസ്ക് എടുത്തിട്ടുണ്ട്. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വിസ്ക്കാണ്. ആ വിസ്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വിസ്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ. സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് രണ്ടും രണ്ട് അനുപാതത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെറ്റായി മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മിക്സായി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ സാമഗ്രികൾ എടുത്തിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ വിസ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പത വരുന്നത് കാണാൻ നിങ്ങൾക്ക് നല്ല അടിപൊളിയാണ്. കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ തലമുടി കഴുകി. എൻ്റെ അമ്മ, എന്താ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹെയറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എൻ്റേതൊരു ഡ്രൈ ഹെയറാണ്. ആ ഡ്രൈ ഹെയറിൽ ഞാൻ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് എനിക്ക് വർക്ക് ചെയ്തു. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഷാമ്പു ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കുക. ഇനിയിപ്പോൾ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഷാമ്പു ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മളെ മുന്നത്തെ വീഡിയോസ് കുറേ ഉണ്ട്. ചെമ്പരത്തി ഷാമ്പു ഉണ്ടാക്കിയ വീഡിയോ, സോപ്പിൻ്റെ വീഡിയോ, അങ്ങനെ പല വീഡിയോസ് ഇതിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഷാമ്പൂവിൻ്റെ ബേസ് ഒഴിക്കണം. കാരണം ഇതിന് കൊഴുപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഒഴിക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ബേസാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, എല്ലാതും അളന്ന വെള്ളം ഒഴിച്ച ഗ്ലാസ്, ആ ഗ്ലാസ്സിലേക്ക് അപ്പോൾ ഉണ്ടോ, അതിലേക്ക് ആ ഒരു പരുവം പോരാ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഷാമ്പു ബേസ് ഒഴിക്കണം. അപ്പോൾ ആ ബേസ് ഒഴിച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികൾ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ചിലപ്പോൾ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ടി വരും, ചിലപ്പോൾ ഒഴിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഷാമ്പൂവിൻ്റെ ബേസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഗ്ലാസ് ഷാമ്പൂവിൻ്റെ ബേസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഒരു ഗ്ലാസ് വെള്ളമാണ്, അതായത് ഒരു ഗ്ലാസ് ഒരു ലിക്വിഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഗ്ലാസ് വേണം നമ്മൾ ബേസ് ഒഴിക്കാൻ. അതായത് 1:2 എന്നുള്ള അനുപാതത്തിൽ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോഴേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഷാമ്പൂ ആയി കിട്ടുള്ളൂ. അപ്പം ഞാനത് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. 2 ഗ്ലാസ് ഒഴിക്കേണ്ട സ്ഥലത്ത് 1 ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നതും ഞാൻ പറഞ്ഞതും തമ്മിൽ മാറ്റമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉണ്ടാക്കുക. 2 ഗ്ലാസ് ഒഴിക്കണം ബേസ്, 1 ഗ്ലാസ് അല്ല. ഞാനത് എനിക്ക് പേഴ്സണലി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 2 ഗ്ലാസ് ഒഴിക്കുക. കാരണം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഉണ്ടാക്കേണ്ട ആൾക്കാർക്ക് ഉണ്ടാക്കിയാൽ നല്ല റിസൾട്ടാണ് കിട്ടുക. ശരിക്ക് ഷാമ്പൂവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:2 എന്നുള്ള അനുപാതമാണ്. ഞാനിപ്പോൾ ഇത് 1:1 എന്നുള്ള രീതിയിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ബേസ്. അപ്പോൾ എനിക്ക് പേഴ്സണൽ യൂസിനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2 ഗ്ലാസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ. ഇതാണ് നമ്മളെ കുപ്പി. ഇത് വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാനുള്ള ഷാമ്പു ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. Okay.